അപ്പോൾ എങ്ങനെ ഇത്ര നോമ്പ് നോറ്റപ്പോത്തിന് ഒരുപാട് സമോസ നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇതുപോലൊരു സമോസ നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടാവില്ല. യൂട്യൂബിലും ഇതാദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള നല്ല രസകരമായ സമോസ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. ഇത് 240 കപ്പിൽ ഒരു കപ്പ് അളവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ബദാമാണ് വേണ്ടത്. ആ ബദാമും നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കണം. അത് നമ്മളൊരു 1/4 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ചിരവിയ തേങ്ങയാണ്. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച ഈത്തപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ബദാം പൊടിച്ചെടുക്കുക. ബദാം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളുള്ള രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ തേങ്ങ മുഴുവനായി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തേങ്ങയും ബദാമും അതുപോലെ തന്നെ ഈത്തപ്പഴവും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി സമൂസ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സമൂസ ഷീറ്റാണ്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത ആ കൂട്ടും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സമൂസയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ സമൂസ ചുറ്റിച്ചെടുക്കാം. സമൂസ ചുറ്റാനൊക്കെ ഒരുപാട് ചാനലിലും അതുപോലെ തന്നെ ഒരുപാട് അറിയുന്നവരൊക്കെ ഉണ്ടാവും. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ സമൂസയിൽ ഫില്ലിങ് അത്യാവശ്യം നല്ല രീതിയിൽ നിറച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഞാനിവിടെ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിലോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിലോ മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സമൂസ ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് സമൂസ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സമൂസ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ വളരെ ടേസ്റ്റിയായ ഒരു സമൂസയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈത്തപ്പഴമൊക്കെ പൊരിച്ചൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ എരിവ് മാത്രം സമൂസയിൽ ഉൾപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഒരു ദിവസം മധുരത്തോടുള്ളൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത് കേട്ടോ. ഒന്നെങ്കിൽ സമൂസയിൽ ഈ ഭാഗത്ത് നന്നായിട്ട് കൈകൊണ്ട് വെള്ളം തൊട്ടിയിച്ചുക, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് ആ ഭാഗം ഒന്ന് മുക്കിയെടുത്താൽ മതിയാവും കേട്ടോ. 2 രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടും. അങ്ങനെ മുഴുവനായിട്ടുള്ള സമൂസ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സമൂസയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. ഞാൻ വൈകിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്ന കരുതണ്. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിക്കാറുള്ളൂ കേട്ടോ. പൊരിക്കടിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണല്ലോ സമൂസ. 2 3 വട്ടം ഒന്നും തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ തന്നെ സമൂസ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡും കൂടി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഇത് ഇട്ട സമൂസ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സമൂസയും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുതുമയുള്ള റെസിപ്പി ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ സമൂസയും ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലോ ഈ സമൂസ. അപ്പോൾ മുഴുവനായിട്ടുള്ള സമൂസയും ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.